ഒരു ചിത്രമാണ്. എല്ലാവരും തിയേറ്റർ ചിത്രം കാണണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓർമ്മ ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടറുടെ പേര് പാർവതി എന്നാണ്. ഇതൊരു വില്ലേജിൽ നടക്കുന്ന സ്റ്റോറിയാണ്. എൻ്റെ ക്യാരക്ടർ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ പോർഷൻ വരുന്നത് കോളേജിൽ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പം എന്താ നമ്മുടെ പേരൻസിനോടൊപ്പം ഇരുന്ന് അവരുടെ റിയാക്ഷൻ ഒക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓർമ്മചിത്രം. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്ന ഒരു മൂവിയാണ്. എല്ലാവരും അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. നമുക്കിപ്പോൾ ഈ OTT-യിൽ കാണുന്ന ഹാബിറ്റ് ഇപ്പം എനിക്ക് ഉൾപ്പെടെ അത് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. ഒരു ഡയറക്ടറുടെ പേര് അല്ലെങ്കിൽ അത് ഒരു വർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ സ്വന്തം പേരിൽ അറിയപ്പെടുന്ന എല്ലാ ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനൊരു സജഷൻ വന്നപ്പോൾ എന്താണ് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന ലഭിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെലക്ട് ചെയ്യാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു സാധാരണക്കാരൻ എടുക്കുന്ന ഒരു സിനിമ, സാധാരണക്കാരൻ സംവിധാനം ചെയ്യുന്ന സിനിമ, ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയാണ്. വഴിപോക്കെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു വലിയൊരാളൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ, പക്ഷേ ഒരു അഡ്രസ് ഇല്ലാത്ത ഒരാൾ. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന സിനിമ സാധാരണക്കാരന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പറയുന്നു. അതാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടറാണ്. ഒരുപാട് സിനിമകളിൽ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് അടുത്തറിയാവുന്ന ഒരു ആക്ടറാണ്. ഇങ്ങനെ ഒരു സിനിമയിൽ ഇതുപോലെ കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യണം, എന്റെ കഥാപാത്രം ഇത് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നൊരു റീസൺ ഉണ്ടാവില്ല? ഈ കഥാപാത്രം സെലക്ട് ചെയ്തൊരു റീസൺ ഉണ്ടാവില്ല? എന്തായിരിക്കും? ഇല്ല, സത്യമായിട്ടും പറഞ്ഞാൽ അങ്ങനെ സെലക്ഷനൊന്നും എനിക്കില്ല. ഞാൻ വരുന്ന നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കാര്യം വെച്ചാൽ എനിക്ക് സ്വയം അറിയാം ഞാൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ എവിടെ നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരു നല്ല പ്രൊഡ്യൂസർ വന്നു, നല്ലൊരു കഥാപാത്രം ഓഫർ ചെയ്തു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റും, ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിക്കൊണ്ട് ഞാനത് ചെയ്തു. അത്ര തന്നെ. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന ഒരാളാണ്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. അതിന് കുറച്ച് നാളായിട്ട് എനിക്ക് അതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ലെവലിൽ. ഇപ്പം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടേക്കും ഇതുപോലെ നല്ല നല്ല കഥാപാത്രം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മലയാളികൾക്ക് ഇപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം അല്ലെങ്കിൽ നാട്ടുമുറവുള്ള കഥാപാത്രങ്ങളായിരിക്കും. ഇതൊക്കെ കുറച്ചുകൂടെ ആക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റെലവെന്റ് ആയ സബ്ജക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ കഥാപാത്രമാണോ ഈ സിനിമയില്? അതെ. അതായത് പടത്തിന്റെ ആദ്യത്തെ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു കോമഡി, കോളേജ് സബ്ജക്റ്റ്, പ്രണയം, അതൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു പാട്ടാണ്. ബാക്കി അതിന്റെ ജേണി സ്വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള പരിപാടികളാണ്. സിനിമയിലേക്ക് കഥാപാത്രത്തിന്റെ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും മുമ്പ് ഏതെങ്കിലും ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുമല്ലോ. എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം? ഡിഫറൻസിനെ പറ്റി പറഞ്ഞു അങ്ങനെ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറയില്ല. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പാർവതി. പക്ഷെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കിപ്പോ ഹരിയണ്ണന്റെ ക്യാരക്ടറായ ഈ ഉണ്ണിയുടെ ഒരു ജേർണി ഉണ്ട്, പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ, ചെറുപ്പം തുടങ്ങി കോളേജ്, പിന്നെ അവിടെ നിന്ന് മാറി മാറിയുള്ള. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അത് കുറെ നാള് ഇങ്ങനെ ചിന്തിക്കാനുള്ളതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അയാൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, അയാളുടെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം അതിന്റെ ഒരു പാർട്ടാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ അതായിരുന്നു എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. ഇപ്പോഴും സിനിമകൾ ഇപ്പൊ ഒരുപാട് സിനിമകളുണ്ട്. ചെറുപ്പം തൊട്ട് അഭിനയിച്ചു വന്ന് നല്ലൊരു പ്ലേസ് കണ്ടുപിടിച്ച ഒരു ആക്ട്രസ് ആണ് താങ്കൾ. എപ്പോഴും എന്താ പറയുക, ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അതിന് നോ പറയാം, ഞാനിത് ഒരേപോലെ ചെയ്തിട്ടുള്ളതാണ്, ഇതല്ലാതെ വേറെ കഥാപാത്രം ഉണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലില് പറ്റുന്ന ഒരു ആക്ട്രസ് ആണ്. പക്ഷെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മള് മൊത്തം സ്റ്റോറിയുടെ ഒരു വെയിറ്റേജ് ആയിരിക്കുമല്ലോ നോക്കുക. അപ്പൊ അതും പിന്നെ ടീമും അങ്ങനെയൊക്കെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ. ഇപ്പൊ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇതുപോലൊരു സബ്ജക്ട് വരുമ്പോൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്.
ഭയമുണ്ടോ ഈ ഒരു സ്റ്റോറി പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ സിനിമ പുറത്തേക്ക് വരുമ്പോൾ ആക്രമണങ്ങൾ നേടാം, സൈബർ ആക്രമണങ്ങളൊക്കെ നേടാൻ ചാൻസ് ഉള്ള ഒരു കഥ കൂടിയാണത്. എന്ത് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റോറി സെലക്ട് ചെയ്തപ്പോൾ? തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ പൊളിറ്റിക്സ് എപ്പോഴും സംസാരിക്കുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങളുണ്ടാവും. അപ്പൊ അത് രണ്ട് വശത്തെ പറ്റിയും ഈ പറഞ്ഞ പോലെ കമന്റ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അതതിൻ്റെ ഒരു പാർട്ടാണ്. ടെൻഷൻ ഇല്ല, കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ജെനുവിൻലി ഉള്ള കാര്യം ആണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. എത്രത്തോളം ഒരു സിനിമ കോൺട്രവേഴ്ഷ്യൽ ആവുന്നോ അത്രത്തോളം സിനിമയ്ക്ക് വിജയം കൂടുതലാണ്. ഓരോ സിനിമകൾ ഇപ്പം ചെയ്യുമ്പോൾ സമയത്ത് ഓരോ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത് നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, മറ്റേതായിട്ട് കമ്പയർ ആവരുത് എന്നൊരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഒരു തവണ ചെയ്തത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഥാപാത്രത്തിൽ തന്നെ പാടില്ല, കഥാപാത്രം ഇപ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, നല്ല പാടിയിലെ കഥാപാത്രം ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കഥാപാത്രങ്ങളൊക്കെ അറിയപ്പെടുന്ന സിനിമകൾ ചെയ്യാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുക, കഥാപാത്ര സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ ഇച്ചിരൂടെ എനിക്ക് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ്. അത് ചിലപ്പം അതിന് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാകാം, നെഗറ്റീവ്സ് ഉണ്ടാകാം. അപ്പം ഈ നെഗറ്റീവ്സിലാണ് നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ഇത് ആകാണ്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. ബ്രോയ്ക്ക് ഒരു ഐഡന്റിറ്റി തന്ന ചിത്രമാണ് ആദ്യത്തെ ചിത്രമാണ് മലർവാടി. അതിനുശേഷം മറ്റൊരു ലെവലിലേക്ക് മാറ്റിയ ചിത്രമായിരുന്നു ആട്. ആട് രണ്ടാം ഭാഗത്തിൽ കുറച്ച് കലിപ്പനായിട്ട് എത്തുകയാണ് ചെയ്തത്. മൂന്നാം ഭാഗം വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നും എൻ്റെ കയ്യിലല്ല, ഇതിന്റെ കയ്യിലാണ്. അത് എഴുത്ത് നടക്കണമുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സസ്പെൻസ് ആണ്. അറിയത്തില്ല, എഴുതണമുള്ളൂ, ഒന്നും ആയിട്ടില്ല. പ്ലോട്ടും കാര്യങ്ങളൊക്കെ റെഡി ആണുള്ളൂ. ഇപ്പൊ ഓരോ മുമ്പ് ഒരു ഇന്റർവ്യൂ പറയാറുണ്ടായത് എനിക്ക് ആക്ഷൻ പടങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുള്ളത്. എപ്പോഴെങ്കിലും ഓരോ കഥ ഇപ്പൊ സജഷൻസ് പറയാറുണ്ട്, എനിക്ക് ഇതേപോലത്തെ കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രം കിട്ടുമ്പോൾ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും എപ്പോഴും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ എന്താ ഒരു പാവം, ഒരു വിക്ടിം, അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ളതാ. അപ്പം അതെ എന്നോട് ഇവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു ഹൊറർ മൂവി ചെയ്യണം എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്താ ഈ ഒരു കുറച്ച് ഈവിൾ ആയിട്ടുള്ള ചിലപ്പോ ഇതായിരിക്കും അതിന്റെ ഒരു തുടക്കം. അതെ, ഒരുപാട് സീനിയർ ആക്ടേഴ്സിന് നമ്മൾ ഈ സിനിമയെ നമ്മൾ മലയാള സിനിമയിൽ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നില്ല. വന്നു പോകുന്നു, അല്ലെങ്കിൽ അവർ വന്ന് ചെറിയൊരു സ്പേസിൽ നിന്നിട്ട് കഥാപാത്രം അഭിനയിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അവർക്കത്തെ ആ ഒരു പ്രാധാന്യം അവർക്കിപ്പോൾ നൽകപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പണ്ടും ഇന്നും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നു. പ്രൊഡ്യൂസറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത്, ടെക്നീഷ്യൻ, എല്ലാ കാര്യവും ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹമായിരുന്നു മുതലാളി ശരിക്കും. ഇന്ന് ആ ഒരു കാലഘട്ടം മാറി. ഇന്ന് സൂപ്പർ സ്റ്റാർസാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ പോലും ഒരു കലാകാരന്റെ വലിയൊരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ, ഒരു ഹീറോയുടെ മുമ്പിൽ വെറും കളിപ്പാവയാണ്. അദ്ദേഹത്തിനൊന്നും അവിടെ വലിയ വോയിസ് ഇല്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ സമയത്തുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ യു കൻ കോൾ ഇറ്റ്. അപ്പം ഇന്ന് നമ്മൾ വോയിസ് ഓഫ് സ്പീച്ച് ഇസ് വെരി ലിറ്റിൽ ദീസ് ഡേയ്സ്. നമ്മൾ തുറന്നു വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കുറയാറുണ്ട്. അതിൻ്റെ ഒരു വിക്റ്റിമാണ് ഞാനും. ആക്ച്വലി ഞാൻ കുറച്ച് പച്ചക്ക് ചില സമയത്ത് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം വളരെ കുറച്ചു. കാര്യം വെച്ചാൽ ചാൻസ് കിട്ടുന്നില്ല. ഇനി കിട്ടണമെങ്കിൽ കുറച്ച് മര്യാദയായിട്ട് നിന്നാലേ പറ്റൂ, ഒന്ന് ഒതുങ്ങി നിന്നാലേ ചാൻസ് കിട്ടൂ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പം അധികം അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാറില്ല. വളരെ ഒതുങ്ങി നിൽക്കുന്നു, മുന്നോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതൊക്കെ എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഈഗോ കുറച്ച് കൂടുതലുള്ള ലൈനാണ് ഫിലിം ഇൻഡസ്ട്രി. ഈഗോ ഉണ്ട്. ആ ഈഗോ ഉള്ളവർക്ക് പിന്നെ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും
അവർക്കത് സഹിക്കാനുള്ള മനസ്സില്ല. അപ്പം അതുകൊണ്ട് ഇത്തിരി നോക്കിയും കണ്ടും ശ്രദ്ധിച്ചുമൊക്കെ സംസാരിക്കുക, പെരുമാറുക, ചാൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. അങ്ങനെ അവസരങ്ങൾ ഒരുപാട് മിസ്സായി പോയിട്ടുണ്ടോ? കുറേയധികം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം ഞാൻ പറഞ്ഞില്ല, അത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി, എന്നാലും ഇപ്പോഴും താമസിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. തിരുത്തി കുറച്ച് എന്ത് ചെയ്യാനാ മോനെ, എങ്ങനെ ആയിപ്പോയി. നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. ഒരു മനുഷ്യന് ജനിച്ചു വീഴുമ്പോൾ അയാളുടെ ഒരു വ്യക്തിത്വമുണ്ട്. അത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല. പിന്നെ ദൈവം തമ്പുരാൻ തന്ന ഇത്രയൊക്കെ നേട്ടങ്ങൾ, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഗുഡ്, മോർ ദൻ ഇനഫ്. ഐ എം ഹാപ്പി. ഞാൻ ഉള്ളതുപോലെ ഞാൻ തൃപ്തനാണ്. ഇനി കൂടുതൽ കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ്. സിനിമ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് തന്നെ പറയാം. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് വൻ വിജയമാക്കി മാറ്റണം. എന്നാലേ നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവുകയുള്ളൂ. പുതിയ പ്രൊഡ്യൂസേഴ്സ്, അദ്ദേഹത്തിനെ പോലെ മിസ്റ്റർ ഫ്രാൻസിസിനെ പോലെ പുതിയ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരികയുള്ളൂ. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നാലേ നമ്മളെപ്പോലെ കലാകാരന്മാർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ജോലി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓർമ്മ ചിത്രം ഒരു വൻ വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു കൂടി പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ചാനലുകാരല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഷോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക, എന്നിട്ട് കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ നല്ലത്, ചെയ്തെങ്കിൽ ചെയ്താൽ പബ്ലിക് അറിയട്ടെ. നമ്മൾ ചെറിയൊരു പടം, വലിയ ആർട്ടിസ്റ്റോ വലിയ ബാനറൊന്നും അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല പടമാണെങ്കിൽ തന്നെയും നമുക്ക് തിയേറ്റർ കിട്ടാനും എല്ലാത്തിനും വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്ത്, ഇതെങ്ങനെയാണ് സാധനം എങ്ങനെയാണെന്ന്, എന്നിട്ട് വിലയിരുത്ത്. നല്ലതാണെങ്കിൽ നല്ലത് വിജയിക്കണം, നല്ലതല്ലെങ്കിൽ അത് വിജയിക്കരുത്. ആ രീതിയിലുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പൊ ധൈര്യമായിട്ട് പോയി കാണുക. ഉള്ള അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, ചീത്തയാണെന്ന് പറയുക. ആ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്നുവെച്ചാല് കളർ ചെയ്ത അഭിപ്രായം ഒന്നും വേണ്ട, റിയൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കുക, ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ. താങ്ക് യു. സംവിധായകന്റെ സൃഷ്ടിയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സംവിധാനം ആദർശനാണ് ഓർമ്മ ചിത്രത്തിലെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു സംവിധായകൻ അത് ഒരു കോർഡിനേറ്ററാ. എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ ബോയ് മുതലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് സിനിമ. ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാവില്ല. ഇപ്പൊ ആർട്ടിസ്റ്റ് ഇദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചാലും പുള്ളിയുടെ പോർഷൻ റെഡി ആവുള്ളൂ. എല്ലാവരും കൂടി കൂടുമ്പോഴാണ് സിനിമ എല്ലാം ചേരും. ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൂടി പോയി, അപ്പൊ സാമ്പാർ ഉണ്ടാക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയാണ് സിനിമ എല്ലാം കൂടെ. ഇപ്പൊ ആദ്യം ഈ സിനിമ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലില്ലായിരുന്നു. അത് കഴിഞ്ഞ് റീഡപ്പ് ചെയ്തു, അതിനുശേഷം RR ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ വന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ RR പിന്നെയും ഒന്നുകൂടെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചതിലും ഒരു അപ്പുറത്തുള്ള ഒരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഞാനൊരു 2 വർഷമായിട്ട് മലയാളത്തിലാകുന്ന എല്ലാ സിനിമയും കാണുന്നുണ്ട്. എല്ലാ സിനിമയും, ഒരു സിനിമ പോലും ഇടാന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കണ്ടു നോക്ക്. അപ്പോൾ എന്നിട്ട് അഭിപ്രായം പറ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡയറക്ടർ പേര് കൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പടമാണ് വിലയിരുത്തുന്നത്. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താ, അവർ ചെയ്ത ക്യാരക്ടറും അവർ ചെയ്ത പടങ്ങളും പടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഇതിലെ ഡയറക്ടറും ഈ പടത്തിന്റെ പേരിൽ അറിയപ്പെട്ടെ, അല്ല ഡയറക്ടറിന്റെ പേരിലല്ല പടം അറിയപ്പെടുന്നത്. പടം നല്ലതാണ്. പടം റിലീസായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് അന്വേഷിക്കും ഇതാരാ ഈ പടം ചെയ്തതെന്ന്. ഓട്ടോമാറ്റിക്. അപ്പൊ ഡയറക്ടർ ഓട്ടോമാറ്റിക് വരും. പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ടല്ലോ. പ്രൊഡ്യൂസർ എന്ത് ചോദിച്ചാലും പറയാൻ പ്രൊഡ്യൂസർ ബാധ്യസ്ഥനാണ്. പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്. ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി ഇല്ലാതല്ല. പടത്തിന്റെ പേരിൽ ഡയറക്ടറും ബാക്കിയുള്ള ടീമും അറിയപ്പെടട്ടെ, അല്ലാണ്ട് അവരുടെ പേരിലല്ല പടം അറിയപ്പെടുന്നത്. പടം നല്ലതാണ്, ആൾക്കാർ ഇഷ്ടപ്പെടും. തീർച്ചയായും ഡയറക്ടറെ അന്വേഷിക്കും. അപ്പോൾ ഡയറക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, താങ്ക് യു.